രാഹുൽ സ്ഥാനാർത്ഥിയായാൽ വയനാട്ടിൽ എൻഡിഎ സ്ഥാനാർത്ഥിയെ മാറ്റിയേക്കും. സ്ഥാനാർത്ഥിയെ മാറ്റുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി.എസ്. ശ്രീധരൻപിള്ള സൂചന നൽകി. ഏതു നീക്കുപോക്കിനും തയ്യാറാണെന്നായിരുന്നു ബിഡിജെഎസിന്റെ പ്രതികരണം. ബിഡിജെഎസ് ഇന്ന് 3 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. എൻഡിഎ സീറ്റ് വിഭജനത്തിൽ 5 സീറ്റ് ലഭിച്ച ബിഡിജെഎസ് 3 സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. മാവേലിക്കരയിൽ തഴവ സഹദേവനും, ആലത്തൂരിൽ ടി.വി. ബാബുവും, ഇടുക്കിയിൽ ബിജു കൃഷ്ണനും. തൃശൂർ, വയനാട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. ഇല്ല, ഞാൻ മത്സരിക്കാൻ തയ്യാറാണല്ലോ. ഞാൻ മത്സരിക്കുന്ന എതിരൊന്നുമല്ല. തൃശ്ശൂർ മത്സരിക്കാനാണ് സാധ്യത. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായെങ്കിൽ പ്രമുഖ നേതാക്കളെ തന്നെ രംഗത്തിറക്കാനാണ് ബിജെപി തീരുമാനം. ഇന്നത്തെ എൻഡിഎ യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. രാഹുൽ ഗാന്ധി വരുന്നു എന്ന് അത് സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിത്വത്തെയും അതുപോലെ പ്രചരണങ്ങളെയെല്ലാം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഏത് നീക്കുപോക്കിനും തയ്യാറാണെന്ന് ബിഡിജെഎസും വ്യക്തമാക്കി. ഏത് തരത്തിലുള്ള നീക്കുപോക്കിനും ഞങ്ങൾ തയ്യാറാണ്. ചിലപ്പം സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറേണ്ട വന്നാൽ വെച്ച് മാറും. അതിന് എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 ദിവസത്തിനുള്ളിൽ അതിന് തീരുമാനമെടുക്കും. ബിഡിജെഎസുമായി സീറ്റ് വെച്ചുമാറുന്ന കാര്യവും ബിജെപി പരിഗണനയിലുണ്ട്. ഇക്കാര്യത്തിൽ പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായി. രാഹുൽ ഗാന്ധിയുടെ വരവിനെ ആശ്രയിച്ചായിരിക്കും എൻഡിഎയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക. എന്തായാലും ഇക്കാര്യത്തിൽ യാതൊരു ഭിന്നതകളും ഇല്ലെന്നാണ് എൻഡിഎ നേതൃത്വത്തിൽ നിന്നും പുറത്തുവരുന്ന വിവരം. രഞ്ജിത്തിനൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട.